വിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കുമ്പോഴും അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചുകൊണ്ട് ചില മാധ്യമ പ്രവർത്തകർ രാഹുലിനെ വീണ്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കാം രാഹുലിനെ ഇത്രത്തോളം ഇരയാക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? രാഹുൽ ക്രൂരത ചെയ്തു അല്ലെങ്കിൽ രാഹുൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ ഇര രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയല്ലേ? ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് മഹാകവി പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. നോക്കൂ, ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താണ്? ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ടത് UDFന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള അവരുടെ വാഗ്ദാനങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ദിവസം ഈ ചർച്ചകളെ മുഴുവൻ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ചേർന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓൾറെഡി രാഹുൽ മാങ്കൂട്ടത്തിൽ മാന്യനാണെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നോ ഞാനും പറയുന്നില്ല, ഇവിടുത്തെ രാഹുലിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പറയുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പറയുന്നില്ല. അയാൾ ഇന്നിതിനെ നിഷേധിച്ചിട്ടില്ല, അയാളുടേതല്ല എന്ന് അയാൾ നിഷേധിച്ചിട്ടില്ല. അയാൾ പറഞ്ഞെന്താ, എനിക്ക് അതിൻ്റെതായ സമയം വേണം, എന്റെ വക്കീലുമായി ആലോചിച്ച് ഞാൻ ഇതിന് നിയമപരമായി നടപടികൾ സ്വീകരിക്കും. അതിനേക്കാളുപരി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു കൃത്യം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊരിക്കലും നിയമത്തിനെതിരായിട്ടല്ല എന്നുള്ളത്. ഇത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകപ്പെടേണ്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം അദ്ദേഹം പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ വേണ്ടി ഘോരഘോരം വാദിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഒമിനി കാർ ഓടിച്ചു കൊണ്ടുവന്ന് അതിന്റെ സൈഡ് ഡോർ തുറന്ന് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായിട്ടൊരു കേസുണ്ടോ? ഇല്ല. ഈ പെൺകുട്ടി ആര് തന്നെ ആയിക്കൊള്ളട്ടെ, പല മാധ്യമ പ്രവർത്തകരും പറയുന്ന കേട്ടു, ഈ പെൺകുട്ടി ചില റിലേഷൻഷിപ്പുകളിൽ പെട്ട് വല്ലാതെ നിൽക്കുന്ന സമയത്ത് അവൾക്ക് വാഗ്ദാനം കൊടുത്ത് അവളെ കൊണ്ടുപോയി പീഡിപ്പിച്ചതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അംഗീകരിച്ചു കൊടുക്കാം. അപ്പൊ ഈ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഈ പെൺകുട്ടിയെ അറിയാം, നിലവിൽ അറിയാമല്ലോ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പല പെണ്ണുങ്ങളുമായും ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്ന് പല മാധ്യമ പ്രവർത്തകരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ ധാർമ്മികത കാണിക്കേണ്ടത് എവിടെയാ? ആ പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുത്ത് അവരെ പരാതി നൽകണം, പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരണം. ഇനി അടുത്തൊരു ആരോപണം, എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചില മാധ്യമ പ്രവർത്തകർ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു പരാതി കൊടുത്താൽ ഇരയെ പിച്ചി ചീന്തുന്ന മാധ്യമ കൂട്ടങ്ങൾ, സോഷ്യൽ മീഡിയ കൊങ്ങിക്കൂട്ടങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. നമുക്ക് മുന്നിൽ എത്രയോ കേസുകളുണ്ട്, എത്രയോ കേസുകളിൽ ഇരകൾക്ക് ഇവിടെ നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ. ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നിയമം പാസ്സാക്കിയിരിക്കുന്ന രാജ്യത്തിരുന്നോണ്ടാണ് ഈ മാധ്യമപ്രവർത്തകർ ഇത് പറയുന്നത്. ആ പെൺകുട്ടിക്ക് രഹസ്യമായി പരാതി നൽകാം, രഹസ്യമൊഴി നൽകാം. ഇപ്പൊ നമ്മൾ കണ്ടതാണ് റാപ്പർ വേടന്റെ കേസ്, സമാനമായ മറ്റൊരു കേസാണ്. അതിൽ പരാതിക്കാരിയായ പെൺകുട്ടിയെ ഡോക്ടർ എന്ന് മാത്രമാണ് എല്ലാവരും അഭിസംബോധന ചെയ്തത്. ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല, അർഷകറിയോ? അറിയാൻ പറ്റുന്നവരുണ്ടാകാം, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്ത അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇവിടുത്തെ സംഭവം എന്താ? ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, അവര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, രാഹുൽ മാങ്കൂട്ടത്തും ഈ പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ഇവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം, അതിനുശേഷം ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടാകാം, ഈ രാഹുലിന്റെ നിർബന്ധത്തിന് തന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാകാം? അബോർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഈ പെൺകുട്ടിക്ക് നിലവിൽ പരാതികൾ ഇന്ന് ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. അതിനുശേഷം എത്രയോ ദിവസങ്ങൾ കഴിയുന്നു, എത്രയോ മാസങ്ങൾ കഴിയുന്നു, ഒരു വർഷമോ ഒരു വർഷത്തിൽ കൂടുതലോ ആകുന്നു. ഇപ്പോഴാണ് ഈ പരാതികൾ പൊങ്ങി വരുന്നത്. ഈ പരാതികൾ കൊണ്ടുവരുന്നവരാരാണ്? ഇവിടുത്തെ വലതുപക്ഷത്തിനെ, രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കമുള്ളവരെ ആക്രമിക്കുന്നത് ഇടതുപക്ഷ മാധ്യമങ്ങളാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു പരാതിക്കാരി ഇല്ലാതെ അവിടെയും ഇവിടെയും തൊടുകയും തൊഴാതിരിക്കുകയും ചെയ്യുന്ന, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രചരണം, ശബ്ദ സന്ദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രചരണം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡിസപ്പിയറിംഗ് മെസ്സേജ് ഉള്ള നമ്പറുള്ള ഒരു വാട്സപ്പിൽ നിന്ന് നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നത് ദുരൂഹമാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അതിന് എന്റെ മനസ്സിലറിയാതെ ഞാൻ പറഞ്ഞു പോയി, 24 മണിക്കൂറാണ് ഡിസപ്പിയറിംഗ് മെസ്സേജിന്റെ സമയമെന്ന്. അതിനെ മറ്റൊരാൾ കണ്ടിക്കുന്നത് കേട്ടു. 24 മണിക്കൂറല്ല, 90 ദിവസം വരെ. എന്റെ അറിവിൽ 90 ദിവസം എന്ന് പറയുന്നത് 90 ദിവസം ആണെന്നിരിക്കട്ടെ, വെറും 3 മാസമാണ്. വർഷം 1 or 2 കഴിഞ്ഞെന്നേ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട്. അപ്പൊ അന്നേ ഈ പെൺകുട്ടി സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മുഴുവിച്ചോട്ടെ. അപ്പൊ അടുത്തുള്ള വാദം എന്താ? ഈ പെൺകുട്ടിക്ക് രാഹുലിനോടുള്ള സംശയം, ചതിക്കപ്പെടുമോ എന്നുള്ള സംശയം കൊണ്ടാണ് സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോ സംശയമുള്ള ഒരാൾ ലൈംഗിക ബന്ധത്തിന് വിളിക്കുകയാണ്, വരൂ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഒരു കുഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ അതും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയും വേണമെന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞ പിൽസ് മുഖ്യം, പിൽസ് വേണമെന്നല്ല, പിൽസ് ഉപയോഗിക്കണം എന്നല്ല, സേഫ്റ്റി എടുക്കണം എന്നല്ല, പിൽസ് മുഖ്യം. അത്രയും കമ്പനിയോടുകൂടിയാണ് പറയുന്നത്. അത്രയും കമ്പനിയോടുകൂടി ഈ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹത ഉണ്ടോ എന്ന് അന്വേഷണം. സംശയിക്കേണ്ടത് രാഹുലിനേക്കാൾ കൂടുതൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ. ഇനി ഈ പെൺകുട്ടി ഇതുവരെ നിയമപരമായി മുന്നോട്ട് വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ, രാഹുൽ ഇതുവരെ നിയമപരമായി പരാതി കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇവര് തമ്മിലുള്ള സെറ്റിൽമെന്റ് എന്താണെന്ന് നമുക്കറിയില്ല.
എന്തായാലും ഈ ഓഡിയോ സന്ദേശങ്ങൾ രാഹുലിന്റേതാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതെ. മറ്റു ചിലർ പറയുന്നത് പോലെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നും രാഹുൽ പറഞ്ഞിട്ടില്ല. രാഹുൽ പറഞ്ഞത് എന്താണ്? ഒന്നും പറഞ്ഞിട്ട് നിഷേധിച്ചിട്ടുമില്ല, അംഗീകരിച്ചിട്ടുമില്ല. ആ നിലപാട് നിൽക്കുന്നു. ഈ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ല. പരാതിക്ക് മൊഴിയെടുക്കാൻ പലരും പോയി, പലരും ആശ്വാസവാക്കുകളുമായി പോയി, ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് സ്വന്തം റീച്ച് കൂട്ടി, തങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ റേറ്റിംഗിന് വേണ്ടി ഇത് വിറ്റോണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. എന്നിട്ട് പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു പക്ഷേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം, അവർ തമ്മിലൊരു തീരുമാനത്തിലുണ്ടാകാം. വോട്ടവകാശമുള്ള പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാണ് അവര്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരൂ. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പറയാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനാളുടെ അഭിഭാഷകനായ ഒരു ചെറുപ്പക്കാരനാണ്. അയാളൊരു MLA ആണ്, ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണോ? അല്ല, ഈ പറയുന്ന MLA ആണ്, ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയ പ്രവർത്തകന് സന്യാസം തുടരണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചു? എങ്ങുമില്ല. അവർക്ക് പ്രണയിക്കാനുള്ള അവകാശമുണ്ട്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശമുണ്ട്, എല്ലാത്തരം അവകാശങ്ങളും അവർക്ക് നിലനിൽക്കുകയാണ്. അവിടെ ഈ പെൺകുട്ടിയെ കുറിച്ച് പഠിച്ചു പോകുമ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ, ഈ പെൺകുട്ടി വിവാഹിതയാണെന്നും നിയമപരമായി വിവാഹമോചനം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് രണ്ട് ചർച്ചകൾ ഞാൻ കേട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്? പെൺകുട്ടിയുടെ ഭാഗത്താണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരുടെയും ഭാഗത്തെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും തെറ്റുകാരാണ്. ഇപ്പൊ രണ്ടുപേര് തെറ്റുകാരായ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് പെൺകുട്ടി അറിയാതെ ജ്യൂസിൽ ഗുളിക കലക്കി കൊടുത്ത് ഗർഭചിത്രം നടത്തിയതല്ലോ. അല്ല, പറഞ്ഞിട്ടുണ്ടാകും, നിർബന്ധിച്ചിട്ടുണ്ടാകും, പെൺകുട്ടി തയ്യാറായതാണല്ലോ. അപ്പൊ ഈ വിഷയങ്ങളിൽ ഇവർ പരാതി ഇല്ലാത്തടത്തോളം നിയമപരമായ കേസ് നിലനിൽക്കില്ല. ധാർമ്മികപരമായി ചിന്തിക്കുമ്പോൾ രണ്ടുപേരും തെറ്റുകാരാണ്. ഈ രണ്ടുപേരും തെറ്റുകാരായ ഒരു കേസിൽ ഒരാളെ മാത്രം കയറി അറ്റാക്ക് ചെയ്യുക, അതെന്തുകൊണ്ടാണ്? പൂത്തു നിൽക്കുന്ന മാവിലെ കല്ലെറിയുള്ളൂ, പണ്ട് കാഴ്ച നിൽക്കുന്ന മാവിലെ കല്ലെറിയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലെ കേരളത്തിലെ പൊളിറ്റിക്കൽ രംഗത്ത് ഇടതിന്റെയും വലതിന്റെയും ഈ പറയപ്പെടുന്ന BJP-കാരുടെയും കേസെടുത്താൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള, ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അപ്പൊ അയാളെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് 1-2 മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ TV ബിഗ് ബ്രേക്കിംഗ് അടിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്ത് അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി 1 മാസം അയാൾക്ക് വനവാസവും കൽപ്പിച്ച് പറഞ്ഞു വിട്ടിരുന്ന ഒരു കേസിന്റെ ബാക്കി കഷ്ണം എടുത്തു വെച്ച് ഇപ്പൊ അടിച്ചിട്ട് മറ്റവനോട് പറയാ ഇനിയും ഉണ്ട് ബോംബ് പൊട്ടിക്കുക. പൊട്ടിക്കാനെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊട്ടിക്കണമേ, അല്ലാതെ അവിടെ ഇവിടെ അമ്മട്ട് പൊട്ടിക്കാൻ ഇതെന്തോന്ന് ഒരുത്തരെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് അവിടെ. ഞാൻ ചോദിക്കുന്നത്, അയാൾ തെറ്റ് ചെയ്തു, അവളും തെറ്റ് ചെയ്തു, രണ്ടുപേരും തെറ്റ് ചെയ്തു. രണ്ടുപേരും ചെയ്ത തെറ്റിന് ഒരാളെ മാത്രം ക്രൂശിക്കുക, അവനെ തീർത്തു കളഞ്ഞേക്കാം. ഇതിപ്പോൾ വ്യക്തികളെ മാത്രമല്ല ക്രൂശിക്കുന്നത്. ചില ചർച്ചകളിൽ ഞാൻ കേട്ടിരുന്നു, കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഇനിയും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടെന്ന് എടുത്തു പറയുമ്പോൾ കോൺഗ്രസിനെ തന്നെ പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് കണ്ടത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷത്ത് വനം വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ പേര് ശശീന്ദ്രൻ തന്നെയാ. പൂച്ചക്കുട്ടി ഓഡിയോ ക്ലിപ്പുകളൊന്നും ആരും മറന്നിട്ടൊന്നുമല്ല ഇവിടെ. മുകേഷ് ഇപ്പോഴും കൊല്ലത്ത് MLA ആയിട്ട് തുടരുക. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ ചെന്ന കാട് കയറി പോകും. ഈ ഇടതുപക്ഷത്തിന്റെ നാറിയ കളികളാണിത് മുഴുവൻ. അതായത് അവന്മാർക്ക് എന്നും ഈ പെണ്ണ് കേസ് കോൺഗ്രസ്സുകാരന്മാരുടെ മണ്ടക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് അവനങ്ങ് തീർക്കുക. കേരള പൊളിറ്റിക്സിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഈ KN ഉണ്ണികൃഷ്ണൻ MLA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കൊണ്ടുവന്ന് VD സതീശന്റെയും ബാക്കിയുള്ളവരുടെ മണ്ടക്കിടാൻ ശ്രമിച്ചു. നാടകം പൊളിഞ്ഞു. അവിടെ ഉണ്ടായ ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരിൽ ഒരു മാന്യനായി നടക്കുന്ന ഒരു MLA അങ്ങ് പെടുത്തി കളയാമെന്ന് ആ പാർട്ടിക്കാർ എന്ന് തീരുമാനിക്കാറുണ്ട്. ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ എന്നും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കേരളത്തിലുള്ള വിഷയമാണ്. പെണ്ണ് വിഷയത്തിൽ അങ്ങ് ഒതുക്കി കളയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പോഴും ഇറങ്ങിയിടന്ന് ഈ പ്രവർത്തനം നടത്തുന്നത്. മനസ്സിലാക്കണം, 1 മാസക്കാലം അയാൾ എടുത്തിട്ടുള്ള അയാളുടെ മെന്റൽ പ്രശ്നമുണ്ട്. ആ പെൺകുട്ടിക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉള്ളതാ, അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അയാൾക്കും ഇല്ലേ ബുദ്ധിമുട്ട്? ഉറപ്പായിട്ടും അയാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവും. അത് നാളുകളിൽ ഒരുമിച്ച് നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പോഴാണ് ഇതിലെ ഒരു പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, വെടി വെച്ചവനും പ്രശ്നമില്ല, വെടി കൊണ്ടവനും പ്രശ്നമില്ല, ഇത് കണ്ടോണ്ട് ഇതിന്റെ ഒച്ചകെട്ടവനാ പ്രശ്നം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇതുപോലാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. അയാളെ പാലക്കാടൻ ജനത 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്, അയാളുടെ കുടുംബം സ്വീകരിക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് പരാതിയില്ല, പിന്നെ ആർക്കാണുള്ള പരാതി? എനിക്കറിയാം. അപ്പോ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അല്ല, ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത്രയും മോശമായിരുന്നത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ രാഹുൽ അവസരം മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തകർന്നു നിന്നിരുന്നൊരു സമയത്ത് സഹായഹസ്തം നീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി മാനസികമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു അവസരം മുതലെടുത്തു എന്നാണ് പറയുന്നത്. ഈ ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ എത്ര തകർന്നാലും മന്ദബുദ്ധിയൊന്നും അല്ലല്ലോ ഒരു വ്യക്തി നമ്മളെ സമീപിക്കുമ്പോൾ ഏത് രീതിയിലാണെന്നുള്ളത് തിരിച്ചറിയാതിരിക്കാനായിട്ട്. അല്ല, സ്വാഭാവികമായിട്ടും ഒരു മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അവരുമായി സെക്സിൽ ഏർപ്പെടുകയാണ് എന്ന് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് എന്റെ മറുപടി. എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് പറയാൻ ഞാൻ ആളല്ല എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്,
ഈ പെൺകുട്ടി വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയും പക്ഷെ പിന്നീട് അയാളുടെ കൂടെ പോയി ശാരീരികമായി ബന്ധപ്പെടുകയും പിന്നീട് പ്രിക്കോഷൻസ് ഒന്നും പ്രിക്കോഷൻസ് എടുക്കാതെ ഒന്നും തന്നെ എടുത്തില്ല. ഈ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ഞാൻ എതിരൊന്നുമല്ല, അത് അവരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പക്ഷെ പ്രിക്കോഷൻസ് എടുക്കണമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ പെൺകുട്ടിയെ കുറ്റം പറയുകയല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരേ വിഷയം ഒരേ തെറ്റ്, രണ്ടുപേർ ചേർന്ന് ഒരു മനുഷ്യ ജീവൻ നശിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തെറ്റുകാരായ ഒരു വിഷയം, അതിൽ ഒരാളെ മാത്രം ക്രൂശിക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, നാളെ ഇടതുപക്ഷത്ത് നിന്ന് ഇനി ആര് ചെയ്താലും BJP ആര് ചെയ്താലും രണ്ടുപേര് ചെയ്ത തെറ്റിന് രണ്ടുപേരും ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഓടുന്ന ഒമിനി കാറിൽ സൈഡ് ഡോർ തുറന്ന് പിടിച്ചോണ്ട് പോയി പീഡിപ്പിച്ചതായിരിക്കണം.